ഹലോ ഗായ്സ്, ഇന്ന് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സെറ്റ് തിയറിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെറ്റ് തിയറി സെറ്റിനെ കുറിച്ച് നമ്മൾ +1 +2 നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അന്നേരം BSc മാത്സിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് സെറ്റ് തിയറി. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സെറ്റ് എന്തുവാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സെറ്റിന് ഡെഫിനിഷൻ എന്ന് പറയുമ്പം എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് ആണ്. ഒരു ഒബ്ജക്ട്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കളക്ഷനാണ് സെറ്റ് എന്ന് പറഞ്ഞത്. സച്ച് ആസ് എ എന്നൊരു സെറ്റ് ഉണ്ട്, അതിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് 1 2 3. ഇതിനെ നമ്മൾ സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള സാധനത്തിനെ, കോമയിട്ടിരിക്കുന്ന സാധനത്തിനെ നമ്മൾ എലമെന്റ്സ് എന്നും വിളിക്കുന്നുണ്ട്. എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതാണ് രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത്. ദ മെമ്പർ ഓഫ് ദ സെറ്റ്സ് ആർ കാൾഡ് എലമെന്റ്സ്. ഈ മെമ്പറിനെ വിളിക്കുന്നതാണ് സെറ്റ് എന്ന്, എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അന്നേരം സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് ഇവിടെ നമ്മൾ എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്തുവാണ് ഈക്വൽ സെറ്റ്സ് എന്നാണ്. ഈക്വൽ സെറ്റ് എന്തുവാണെന്നാണ് പഠിക്കുന്നത്. ഈക്വൽ സെറ്റ്, ഒരു സെറ്റ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്. സച്ച് ആസ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതിനെ നമ്മൾ ഒരു എലമെന്റ്സിനെ നമ്മൾ ഒരു കേർലി ബ്രാക്കറ്റ് കൊണ്ടാണ് നമ്മൾ എൻക്ലോസ് ചെയ്തേക്കുന്നത്. സച്ച് ആസ് ഒരു എലമെന്റ് 1 2 3 4 എലമെന്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റിൽ 4 എലമെന്റ് ഉണ്ട്. ഇനി ബിയുടെ സെറ്റിൽ അതുപോലൊരു ഈ സെറ്റിനെ നമ്മൾ എൻക്ലോസ് ചെയ്യിക്കുന്ന 2 കർലി ബ്രാക്കറ്റ് കൊണ്ടാണ്. അതിൻ്റെ എലമെന്റ് എന്തൊക്കെയാണ് 1 2 3 4. ഇതിനകത്തുള്ള എയും ബിയും ഈക്വൽ ആണ്. എങ്ങനെയാ എന്ന് വെച്ചാൽ എലമെന്റ്സ് ഈക്വൽ ആയതുകൊണ്ട്. ഈ 1 അവിടെ ഉണ്ടല്ലോ, 1 = 1 ഉണ്ടല്ലോ. 1 ഈ എയിലുണ്ട് ബിയിലുണ്ട്. 2 ബിയിലുണ്ടല്ലോ, എയിലുണ്ട് ബിയിലുണ്ട്. 3 എയിലുണ്ട് ബിയിലുണ്ട്. 4 എയിലുണ്ട് ബിയിലുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഈക്വൽ സെറ്റ് എന്ന്, A = B. ഇനി നമ്മളിത് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഇതിനെ വേറൊരു രീതി നമ്മൾ എഴുതും. A = 1 2 3. ബി എന്ന് പറയുമ്പം 3 1 2. ഇതെങ്ങനെ ഈക്വൽ ആണെന്ന് നമ്മളിങ്ങനെ പറയുന്നത്. എ എന്ന് പറയുന്ന സെറ്റിൽ 1 ഉണ്ട്, ബിയുടെ സെറ്റിൽ 1 ഉണ്ടോ? ഇവിടെ ഓർഡർ നമ്മൾ നോക്കുന്നില്ല. ഇത് എവിടെ 1 കഴിഞ്ഞിട്ട് 2 തന്നെ വരണമെന്നില്ല. ഇവിടെ 2 കഴിഞ്ഞിട്ട് 3 തന്നെ വേണമെന്നില്ല. ഇവിടെ നമ്മൾ നോക്കുന്നത് അതിനകത്ത് എലമെന്റ്സ് സെയിം രണ്ടിടത്തും ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അന്നേരം എക്കകത്ത് 1 ഉണ്ട്, ബിക്കകത്ത് 1 ഉണ്ട്. എക്കകത്ത് 2 ഉണ്ട്, ബിക്കകത്ത് 2 ഉണ്ട്. എക്കകത്ത് 3 ഉണ്ട്, ബിക്കകത്ത് 3 ഉണ്ട്. അന്നേരം ഇവിടെ ഇത് ഈക്വൽ സെറ്റാണ്, A = B സെറ്റാണെന്ന് നമ്മൾ പറയാം. ഇനി വേറെ ചോദ്യം ചോദിച്ചാൽ A = 1 2 3, B = 3 4 1. ഇത് ഈക്വൽ സെറ്റാണോ? അല്ല. എയുടെ അകത്ത് 1 ഉണ്ട്, ബിക്കകത്തും 1 ഉണ്ട്. എക്കകത്ത് 2 ഉണ്ട്, പക്ഷെ ബിക്കകത്ത് 2 ഇല്ല. അന്നേരം A is not equal to B. ഇത് നോൺ ഈക്വൽ സെറ്റാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 വേസ് ഓഫ് സ്പെസിഫിക്കേഷൻ ആണ്. ഈ സെറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി 2 വേസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ 2 വേസിലാണ് ഒരു സെറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ വഴി എന്ന് പറയുമ്പം ഒരു എലമെന്റ്സിനെ കോമ കൊണ്ട് സ്പെസിഫൈ ചെയ്യും. സച്ച് ആസ് എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, അത് സെറ്റിനകത്ത് 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട്. നമ്പേഴ്സ് തന്നെ വരണമെന്നില്ല, എന്ത് വേണമല്ലോ. സച്ച് എ അല്ലാതെ ഓർ A = B = vowels A E I O U. ഇവിടെ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഫസ്റ്റ് വേ. ഇനി രണ്ടാമത്തെ വേ എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. സച്ച് ദാറ്റ് ഒരു എക്സാമ്പിൾ പറയുന്ന ഒരാളെ ഒരു എലമെന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക. സച്ച് ആസ് ഞാൻ പറയുന്നൊരു എക്സാമ്പിളാണ് എക്സ് സച്ച് ദാറ്റ്. അന്ന് നമ്മൾ ഈ ഡോട്ടിനെ നമ്മൾ പറയുന്നതാണ് സച്ച് ദാറ്റ്.
ഡോട്ടിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ് സച്ച് ദാറ്റ്. അല്ലെങ്കിൽ ഒരു സ്ലാഷ് വഴി നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. മിക്ക സമയത്ത് നമ്മൾ ഡോട്ട് വഴിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എസ് സച്ച് ദാറ്റ് എസ് ഈസ് ലെസ്സർ ദാൻ 0. എക്സ് ലെസ്സർ ദാൻ 0, സീറോയെക്കാട്ടി ലെസ്സർ ആണ്. ആൻഡ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. എക്സ് ഇൻറ്റീജർ ആണ്. എക്സ് ലെസ്സർ ദാൻ 0, എക്സ് ഇൻറ്റീജർ ആണ്. അന്നേരം നമ്മൾ ഇവിടെ സെറ്റ് എ ഈസ് ഈക്വൽ ടു എസ് ഒരു സീറോയെക്കാട്ടി താഴെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? -1, -2, -3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ് ടു -, ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കും. എക്സ് ഒരു ഇൻറ്റീജർ ആണ്. ഇതെല്ലാം ഇൻറ്റീജർ അല്ലേ? നെഗറ്റീവ്സ് എല്ലാം ഇൻറ്റീജർ അല്ലേ? അന്നേരം എക്കകത്ത് ഒരു സബ്സെറ്റ് ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് എക്സ് എന്ന് പറഞ്ഞാൽ സീറോയെക്കാട്ടി ചെറുതാണ്, എക്സ് ഒരു ഇൻറ്റീജർ ആണ്. അന്നേരം എലമെന്റ്സ് ഏതൊക്കെയാ? -1, -2, -3 അപ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ പോകാറുണ്ട്. അതാണ് രണ്ടാമത്തെ വഴിയാണ് ബൈ ഡിസ്ക്രിപ്റ്റീവ് വേ. ഒരു ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യുക. എന്താ? ഒരു എലമെന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. എലമെന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിസ്ക്രിപ്റ്റീവ് വേ. ഒന്നാമത്തെ വേ എന്ന് പറയുമ്പം കോമ കൊണ്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ വഴി എന്ന് പറയുമ്പം ഡിസ്ക്രൈബ് ഒരു എലമെന്റ്, ഒരു എക്സ് എലമെന്റ് ഉണ്ട്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അതെന്തോ എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഈസ് ഇൻറ്റീജർ. ഇനി അതല്ലാതെ ഇത് വേറൊരു രീതിയും വരാം. ഇങ്ങനെ തന്നെ വരണമെന്നില്ല. എ സച്ച് ദാറ്റ് എക്സ് ഈസ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0, എക്സ് ഈസ് ആൻ ഇൻറ്റീജറും വരാം. അന്നേരം ഈ ഭാഗത്ത് എന്ത് വേണമെങ്കിലും വരാം. മെത്തേഡ് മനസ്സിലായല്ലോ? ഇവിടെ സെക്കൻഡ് വരുന്ന ഒരു എലമെന്റിനെ ക്യാരക്ടറൈസ് ചെയ്യുക. അന്നേരം എക്സ് ഇൻറ്റീജറായി വരാം, ഹോൾ നമ്പറായി വരാം, പല രീതിയിൽ റാഷണൽ നമ്പർ പല രീതിയിൽ ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അത് നമ്മൾ എലമെന്റ്സ് നമ്മൾ സ്വയമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് യു കൊണ്ടാണ്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യു കൊണ്ടാണ്. അന്നേരം ഈ സെറ്റ് തിയറിക്കകത്ത് പറയുന്നത് ദ മെമ്പേഴ്സ് ഓഫ് ആൾ സെറ്റ് എല്ലാം ബിലോങ്സ് ടു ഒരു യൂണിവേഴ്സൽ സെറ്റിനാണ്. നമ്മളൊരു എ സെറ്റ് എടുക്കുകയാണെങ്കിൽ സച്ച് ആസ് എ, ഇ, ഐ, ഒ, യു സെറ്റ് എടുക്കുക. ഈ സെറ്റ് ഒരു യൂണിവേഴ്സൽ സെറ്റിനകത്ത് നിന്നാണ്. യൂണിവേഴ്സൽ സെറ്റിനകത്ത് എ, ബി, സി, ഡി, ഈ യൂണിവേഴ്സൽ സെറ്റിനകത്ത് നിന്നാണ് ഈ സെറ്റ് എടുത്തേക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് എംപ്റ്റി സെറ്റ് എന്തുവാണെന്ന്. എംപ്റ്റി സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് എപ്പോഴാണ് എംപ്റ്റി ആണെന്ന് പറയുന്നത്? നമ്മൾ എംപ്റ്റി കാലി എന്നൊക്കെ പറയുന്നത് പോലെയാണ് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. കാലി സെറ്റ്, അതിനകത്ത് ഒരു എലമെന്റ്സ് ഇല്ല. ഒരു ചാക്കിനകത്ത് ഒരു സാധനവും ഇല്ല. കാലി ചാക്കാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സാധനവും ഇല്ല. അതാണ് ഇവിടെ ഒരു ചാക്ക് ഒരു സെറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ചാക്ക് എന്ന് പറയുമ്പോൾ ഒരു സെറ്റാണ്. ചാക്ക് അതിനകത്ത് ഒരു സാധനമില്ല. തേങ്ങയാണെങ്കിൽ ആ ചാക്കിനകത്ത് തേങ്ങയാണ് സാധാരണ എടുത്തുകൊണ്ട് പോകുന്നത്. ആ ചാക്കിനകത്ത് ഇപ്പം തേങ്ങയില്ല. എന്നാൽ അത് എംപ്റ്റി സെറ്റാണ്. ഈ എംപ്റ്റി സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഈ ഫൈ എന്ന് പറയുന്നൊരു സിമ്പിളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ രണ്ട് കർലി ബ്രാക്കറ്റ്, അതിനകത്ത് എലമെന്റ്സ് കർലി ബ്രാക്കറ്റ് കൊണ്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഒന്ന് ഒരു ഫൈ കൊണ്ട് 0 വരച്ചിട്ട് ഒരു നടുക്കൊരു വര വരയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ രണ്ട് കർലി ബ്രാക്കറ്റ്സ് വരയ്ക്കും, അതിനകത്തൊരു എലമെന്റ്സ് കാണാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എംപ്റ്റി സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. സച്ച് ആസ് എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ. എക്സ് ഒരു ഇൻറ്റീജർ ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3.
ഇത് ഏതാ സെക്കൻഡ് വേ ഓഫ് ഡിസ്ക്രിപ്ഷൻ വഴിയാണ് ഇവർ തന്നേക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു എലമെൻ്റ് ക്യാരക്ടറാണ് ഇപ്പം തന്നേക്കുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു സാധനമാണ്, അതൊരു ഇൻറ്റിജറാണ്. ഇവിടെ പറയുന്നത് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 3, എക്സ് സ്ക്വയർ 3 ആണെന്ന്. അത് ആ എന്തെങ്കിലും എലമെൻറ്റിനകത്ത് ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ എക്സ് സ്ക്വയർ ഏതെങ്കിലും എലമെൻ്റ് എടുക്കുവാണെങ്കിൽ എലമെൻ്റ് എടുക്കുവാണെങ്കിൽ അത് 3 ആയിട്ട് എന്തെങ്കിലും ഈക്വൽ ആവുന്നുണ്ടോ? സച്ചാസ് എക്സ് 1 എടുക്കുക, അന്നേരം എക്സ് സ്ക്വയർ എന്തോ 1 സ്ക്വയർ, എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ, 1 സ്ക്വയർ എന്തോ 1, ബട്ട് നോട്ട് ഈക്വൽ ടു 3. 1 ഈ ഇൻറ്റിജറിന് ഈ സെറ്റിനകത്ത് വരും ഇല്ല. ഇനി രണ്ടാമത്തെ 2 എടുക്കുക, 2ന്റെ സ്ക്വയർ എന്തുവാ 4, 4 3 ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ ടു 3. ഇത് ഈ സിമ്പിളാണ് നോട്ട് ഈക്വൽ. അന്നേരം 4 നോട്ട് ഈക്വൽ 3. അന്നേരം എത്ര 3 എടുത്താലോ? 3ന്റെ സ്ക്വയർ 9, അത് നോട്ട് ഈക്വൽ ടു 3 ആണ്. നമ്മൾ ഇനി n സെറ്റ് എടുത്താലും 3 എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് കിട്ടത്തില്ല. അന്നേരം ഈ സെറ്റ് ഒരു എം ടി സെറ്റാണ്. അന്നേരം ഇതൊരു എ എന്ന് പറഞ്ഞൊരു സെറ്റായിരുന്നു, അത് ക്യാരക്ടറൈസ് ചെയ്തേക്കുന്നു. അന്നേരം ഈ എ എന്ന സെറ്റ് ഒരു എം ടി സെറ്റാണ്. മനസ്സിലായല്ലോ? ഒരു സെറ്റ് എ തന്നിട്ടുണ്ട്, അതിനകത്തൊരു ഡിസ്ക്രിപ്റ്റീവ് വേയിലാണ് സെറ്റ് തന്നേക്കുന്നത്. എക്സ് ഒരു ഇൻറ്റീജർ ആണ്, എക്സ് സ്ക്വയർ 3 ആയിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. എക്സ് സ്ക്വയർ 3 ആവുന്ന ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല. n നമ്പേഴ്സ് എടുത്താലും എക്സ് സ്ക്വയർ 3 ആവത്തില്ല. അന്നേരം അതൊരു എം ടി സെറ്റായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സെറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഇത് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈ സബ്സെറ്റിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ചെയ്ത് തീർക്കാം. എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട് 1 2 3 4, ആൻഡ് ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട് 1 2 3 അപ് ടു 10 വരെ നമ്പേഴ്സ് ഉള്ളൊരു ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. ഈ ബിക്കകത്ത് 1 2 3 4 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഉണ്ട് എയുടെ സെറ്റ്. അന്നേരം എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. ബിക്കകത്താണ് എ ഇരിക്കുന്നത്. കാരണം എന്താ? ബിയുടെ അകത്ത് എ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടായതുകൊണ്ട് ബി ഈസ് ദ സബ്സെറ്റ്, എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് സിയുടെ വഴി താഴെ ഒരു വര. എ സബ്സെറ്റ്, എ ഈസ് ദ, നമ്മളിത് പറയുന്നത് എ ഈസ് ദ സബ്സെറ്റ് ഓഫ്, ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന സബ്സെറ്റ് ആണിത് ഓഫ് ബി. ഇതിനെ കൂടുതൽ അറിയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുക്കുക. എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഉണ്ട് 1 3 4 5 8 9. ബി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട് 1 2 3 5 7. സി എന്ന് പറഞ്ഞുകൊണ്ട് 1 5. ഇത് അന്നേരം ഏതൊക്കെയാണ് സബ്സെറ്റ്, ഏതൊക്കെയാ സബ്സെറ്റ് അല്ലാത്തത് നമ്മൾ പറയണം. സച്ചസ് ആദ്യം നമ്മൾ എയും ബിയും എടുക്കുക. എയും ബിയും എടുക്കുക. എയുടെ അകത്ത് 1 2 1 3 4 5 8 9. ബിയിലെ 1 2. ഈ എയുടെ അകത്താണോ ബി? ബിയുടെ എലമെന്റ് എക്കകത്തുണ്ടോ? 3 ഉണ്ട്, 1 ഉണ്ട്, 5 ഉണ്ട്, ബാക്കി 2ഉം 7ഉം ഇല്ല. അന്നേരം എ ഈസ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് ബി. അല്ല, നമ്മളിവിടെ എടുക്കുമ്പോൾ ബി അല്ല എടുക്കുന്നത്. ബി ഈസ് ദ നോട്ട് സബ്സെറ്റ് ഓഫ് എ, ഒന്നാമത്. രണ്ടാമത് ബി എക്കകത്തോ, എ ബിക്കകത്തുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എ എന്തുവാ 1 3 4 5 8 9. ഇവിടെ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 4 ഇല്ല, 8 ഇല്ല, 9 ഇല്ല. അന്നേരം എ ഈസ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് ബി. ഇനി അടുത്ത് നമ്മൾ സി എടുക്കുക. എയും സിയും എടുക്കുക. അത് എ സി, അതിനകത്ത് എ സിനകത്തുണ്ടോ നോക്കാം. എ 1 3 4 5 8 9. ബി 1 5. സിയുടെ എലമെന്റ് 1 ഉണ്ട്, എക്കകത്തുണ്ട്. സിയുടെ എലമെന്റ് 5 എക്കകത്തുണ്ട്. അന്നേരം സി ഈസ് സബ്സെറ്റ് ഓഫ് ബി.
അതങ്ങനെ പറയാൻ പറ്റിയേ? സിയുടെ 2 എലമെന്റും എക്കകത്തുണ്ട്. സി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇനി 4ാമത്തത്, സി ബിക്കകത്തുണ്ടോ? സി 1, 5. ബിയുടെ എലമെന്റിനകത്ത് 1, 5 ഉണ്ട്. ബിയുടെ ബാക്കി എലമെന്റ് ഉണ്ട്. അന്നേരം സി ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. ഇനി അടുത്ത, എ സിക്കകത്തുണ്ടോ? ഇല്ല, എ സിക്കകത്തില്ല. എന്താന്ന് വെച്ചാൽ ബാക്കി 1, 5 ഇതിനകത്ത് 1, 5 ഉണ്ട്. 3, 4, 8, 9 സിക്കകത്തുണ്ടോ? ഇല്ല. എ is not the subset of B. നോട്ട് ഇല്ലാത്തതിനെ കാണിക്കുന്നതാണ് സി ഈ സബ്സെറ്റിനെ ക്ലോസ് ചെയ്തേക്കുന്നത്. നോട്ട് ദ സബ്സെറ്റ് ഓഫ് ബി. ഇനി 6ാമത്തത്, ബി സിക്കകത്തുണ്ടോ? അത് നമുക്ക് കണ്ടറിയാം. എലമെന്റ്സ്, ബിയുടെ എലമെന്റ്സ് സിക്കകത്തില്ല. അന്നേരം ബി ഈസ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് സി. ഇത്രയേ ഉള്ളൂ സബ്സെറ്റ്.